Watch India's largest kids library only on Jio Hotstar. Download the app now. ഇങ്ങനെ കരയല്ലേ? ഇവൻ വീക്ക് ആയതുകൊണ്ട് തലകറങ്ങി വീണതാ. ഇവന് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാനല്ലേ പറയുന്നേ. ആ നോക്കി നോക്കി ശ്രദ്ധിച്ച് പതുക്കെ പതുക്കെ. എന്റെ കൂട്ടുകാരന് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓയ് മോട്ടു, എന്റെ ചങ്ക, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. ഒരു കുഴപ്പമില്ല. പത്ലുവിന് ഒന്നും സംഭവിക്കില്ല. ആ മോട്ടു മോട്ടു എന്റെ കൂട്ടുകാരാ. എന്റെ പൊന്നു പത്തലു, എന്നെ ഇട്ടേച്ച് പോവല്ലേ പത്തലു. എന്റെ ഡോക്ടർ ചക്ക, ഈ വെള്ളം കൊണ്ട് എന്താവാനാ? ഈ ബക്കറ്റിലെ വെള്ളം മുഴുവൻ ഒഴുക്കി. എന്റെ കൂട്ടുകാരൻ എഴുന്നേറ്റേ. എനിക്ക് എന്താ സംഭവിച്ചേ? എന്റെ പത്തലു കൂട്ടുകാരാ, നീ പെട്ടെന്ന് ബോധം കെട്ട് വീണു. മോട്ടു, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. പത്ലുവിന് ഒന്നുമില്ല. പത്ലു കുറച്ച് വീക്കാണെന്ന് മാത്രമേ ഉള്ളൂ. അവന്റെ ബോഡിയിൽ കാൽസ്യത്തിന്റെ കുറവുണ്ട്. മോട്ടു, നീ പത്ലുവിന് നന്നായി പാല് മേടിച്ചു കൊടുക്കണം. അവന് പാല് കുടിക്കാത്തതിന്റെ കുഴപ്പാ. അതിനുശേഷം അവൻ ശരിയായിക്കോളൂന്നേ. അതെ, അത് ശരിയാണ്. ഞാൻ എന്റെ കൂട്ടുകാരന് നല്ല പശുപാല് മേടിച്ചു കൊടുത്ത് അവന് നല്ല ഫിറ്റ് ആക്കി കൊണ്ടുവരും. കണ്ടോളൂ എന്റെ ചായക്കട ചേട്ടാ, എന്റെ കൂട്ടുകാരന് നല്ല ചൂടുള്ള പാല് വേഗം കൊണ്ടുവന്നേ. ഇന്നത്തെ പ്രധാന വാർത്ത: ഫുർഫുരി നഗരത്തിലെ ചായ കടക്കാരൻ കൃത്രിമ പാല് കൊണ്ട് ചായ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതുമൂലം പലതരത്തിലുള്ള അസുഖങ്ങൾ പടരുന്നുണ്ട്. കാല് തെറ്റി വീഴുക, തല കറങ്ങി വീഴുക എന്നതൊക്കെയാണ് ഇതിന്റെ ലക്ഷണം. വേണ്ട വേണ്ട, ഞാൻ ഈ പാല് കുടിക്കില്ല. ജോണേ, നീ എന്റെ കട പൂട്ടിക്കാനോടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നേ. ഈ പാലിൽ ഒട്ടും മായം ചേർത്തിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ? പേപ്പറിൽ ഇങ്ങനെ ന്യൂസ് ഒക്കെ വന്ന പിന്നെ പേപ്പറുകാരോട് പോയി ചോദിക്കാം. എന്നോടാണ് ചോദിക്കുന്നത്. ആദ്യം താൻ പാലൊഴിച്ച് ചായ കൊടുക്കണോ, എന്നിട്ട് മതി തന്റെ തള്ളു. ഞാൻ എന്തായാലും ഈ പാല് കുടിക്കില്ല. ഞാൻ പോവാണ്. എന്റെ പത്തലു കൂട്ടുകാരാ, ഞാൻ നിനക്ക് നല്ല പാല് വാങ്ങിച്ചു തരാം. ഓക്കെ ഗസിറ്റാറാം, പത്തലുവിന് വേണ്ടി വേഗം പാൽപ്പൊടി മേടിച്ചോണ്ട് വാ. ഇങ്ങോട്ട് താ, ഞാൻ വേഗം അത് പൊളിച്ചു തരാം. പൊളിക്കടുത്തല്ലോ. ഇതെന്തെല്ലാരും ഇങ്ങനെ ചുമക്കുന്നത്? എല്ലാം പാഴായി പോയിരിക്കുകയാണ്. പത്ലുവിന് പാല് കുടിക്കാൻ പറഞ്ഞപ്പോ അത് എന്റെ ദേഹത്ത് ഒഴിച്ചിരിക്കുക. എന്തായത്? സോറി എവരിബഡി, വെരി സോറി. ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ, എന്നിട്ട് 3 പാക്കറ്റ് മിൽക്ക് മേടിച്ചോണ്ട് വരാം. 3 പാക്കറ്റ് മിൽക്ക്. പൊളിക്കടുത്തല്ലോ. എനിക്ക് ശുദ്ധ പാലിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. അതിൽ യാതൊരു മിക്സിംഗും ഉണ്ടാവില്ലെന്നേ. ഒരു വലിയ കുപ്പി ആട്ടുംപാല് കൊണ്ടുവന്നേക്കാം. അത് കുടിച്ചാൽ നല്ല ശക്തി കിട്ടുന്നേ. അതെ, ഘസീട്ടാറാൻ പറയുന്നത് ശരിയാണ്. എന്നാ പിന്നെ ഒരു ആടിനെ വാങ്ങിക്കളയാം. എന്റെ ആടെ, നിനക്ക് എന്താ പറ്റിയത്? പാല് തരാതെ നീ അങ്ങോട്ടാ പോകുന്നത്? എന്റെ പൊന്നാടേ. എടാ ചക്കരമുത്തെ, കുറച്ച് പാല് താടാ പ്ലീസ്. എന്റെ അമ്മ, ആട്ടുകുട്ടി, നീ എന്തിനാ വെറുതെ എന്നെ മുട്ടുന്നത്? പോലീസിനെ മുട്ടിയാൽ നിന്നെ പിടിച്ച് ഞാൻ ജയിലിനകത്ത് ഇടും. വേണ്ട വേണ്ട,
മമ്മി, ഡാഡി, സോറി സോറി ആട്ടുറാണി, ഇനി ഞാൻ നിന്നെ ഒരിക്കലും കുറ്റം പറയില്ല. എന്നെ വിട്ടേക്ക്, നിന്നെ പിടിച്ച് ജയിലിനകത്ത് ഇടില്ല. സോറി. വേണ്ട, ഇനി മുട്ടല്ലേ, വേണ്ട. എന്റെ അമ്മോ. പൊന്നാണ്. അയ്യേ, ഞങ്ങൾക്ക് നിന്റെ പാല് വേണ്ടേ? ഇതിനാരേലും ഇവിടുന്ന് വിളിച്ചോണ്ട് പോണേ. എടോ ഗസീട്ടാറാമേ, നീ ഇതിനെ ഇവിടുന്ന് പിടിച്ചോണ്ട് വന്നതാ? എന്തൊരു അഹങ്കാരിയെന്ന് കേട്ടില്ലേ? ഗസീട്ടാറാമേ, നിനക്ക് ആടിനെ വാങ്ങിക്കാനുള്ള യാതൊരു യോഗ്യതയുമില്ല. എന്റെ അമ്മോ, ഞാൻ എരുമപ്പാല് കൊണ്ടുവരാം. അതിന് ആട്ടുംപാലിനേക്കാൾ ശക്തി കൂടുതലാണ്. കുത്ത് കിട്ടൂല. പോട്ടെ പോട്ടെ. ഓണിക്കടുത്തല്ലോ. ഈ എരുമേനെ നിർത്തിയിട്ട് ആരാപ്പാണ് പാല് കറക്കാൻ പോണേ? അതെ, ഞാൻ കറന്നോളാം. എന്റെ കൂട്ടുകാരന് വേണ്ടി ഞാൻ ബൈസന്റെ പാല് കറക്കും. പത്തലു, കണ്ടോ, നിനക്ക് വേണ്ടി ഞാൻ ഇപ്പൊ ഈ പാല് കറന്നു തരാം. ഈ പാല് കുടിച്ചാൽ നിനക്ക് പെട്ടെന്ന് ആരോഗ്യം തിരിച്ചു കിട്ടും. അതെ, എരുമപ്പാല് കറക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എരുമപ്പാല് എങ്ങനെ കറക്കണ്ടെന്ന്. ചന്ദ്രയുടെ ഈ പാല് കറക്കാന്നൊക്കെ പറയുന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ കാണിച്ചു തരാം എങ്ങനെയാ പാല് കറക്കാന്ന് കണ്ടുപഠിച്ചോ. പോവല്ലേ, കറക്കാൻ നോക്കിയപ്പോ പാലാണെന്ന് കിട്ടിയത്. എന്തുവാടേ ഇത്? നിങ്ങൾക്കാർക്കും പാല് കറക്കാൻ പോലും അറിയത്തില്ലേ? ഇങ്ങതാ പക്കത്ത് എന്റെ എഴുത്താ. ആരെങ്കിലും എന്നെ ഈ ഭീകരിൽ നിന്ന് രക്ഷിക്കേ. മതി, ഒരുപാട് കൂടുന്നുണ്ട്. എരുമേ, അറ്റൻഷൻ. സ്റ്റാൻഡേർഡ് ടീസ്. അറ്റൻഷൻ. സ്റ്റാൻഡേർഡ് ടീസ്. ഇനി നീ പാല് തന്നിരിക്കും. റെഡി സ്റ്റഡി ഗോ. പാല് തരൂ. ബക്കറ്റ് എവിടെ? ബക്കറ്റ് എവിടെയെന്ന്? എന്റെ ചിങ്കം സാറ്, നിങ്ങൾ ഇതെന്താ നേരത്തെ പറയാതിരുന്നേ? നിങ്ങൾ ഇത് ആദ്യം പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ ഈ പാലൊക്കെ നിലത്ത് പോവാതെ ഈ ബക്കറ്റ് വെക്കുമായിരുന്നില്ലേ? അത് പിന്നെ എനിക്കങ്ങനെ ഒരുപാട് ദേഷ്യം വന്നു. പക്ഷെ ഞാൻ കരുതിയില്ല ഈ എരുമ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുമെന്ന്. ഒരുപാട് നേരമായി ഈ എരുമ എന്നിട്ടങ്ങനെ കളിപ്പിക്കുന്നത്. ഇതിന്റെ ജോലി പാല് തരുന്നതാണല്ലോ. പാല് 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 പാല്. ഇനി മാർച്ച് പാസ്റ്റ് തുടങ്ങാം. മാർച്ച്. എന്റെ മോട്ടു, മതി, നിർത്ത്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ എല്ലാവരും എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ നോക്കിയത് നിങ്ങൾ എത്രത്തോളം എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ എനിക്ക് യാതൊരു രോഗവും ഇല്ലാന്നേ. കൂട്ടുകാരെ, നിനക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലാന്നേ, തീർച്ചയായിട്ടും ഇല്ല. ഞാൻ നിങ്ങളുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചെയ്തതാണ്. ഓ, അപ്പൊ പിന്നെ നിനക്ക് ഞങ്ങൾ കാണിച്ചു തരട്ടെ ഞങ്ങൾ എല്ലാവരും നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ശരിക്കും
Watch India's largest kids library only on Jio Hotstar. Download the app now.